എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഒരു ക്രൂസ് ഷിപ്പിന് ഉള്ളിലാണ് ഉള്ളത്. ഇപ്പോൾ ക്രൂസ് ഷിപ്പ് എന്താണ് എന്ന് എല്ലാവർക്കും തന്നെ അറിയാം. അതായത് നമ്മൾ ടൂറിസ്റ്റുകളെയും കൊണ്ട് രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് ടൂറിന് വേണ്ടിയിട്ട് പോകുന്ന ഷിപ്പ്, അതാണ് ക്രൂസ് ഷിപ്പ് എന്ന് പറയുന്നത്. ശരി, ബേസിക്കലി അതാണ് ക്രൂസ് ഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രൂസ് ഷിപ്പിൽ ജോബിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അറിയുന്നവരൊക്കെ അന്വേഷിക്കാറുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് സാലറി തന്നെയാണ് ഏറ്റവും വലിയ വിഷയം. സാലറി വളരെ ഒരു ഹൈ സാലറി നൽകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ക്രൂസ് ഷിപ്പ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ക്രൂസ് ഷിപ്പ് ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബേസിക്കലി ഞാൻ പറയാൻ പോകുന്ന ബേസിക് കാര്യങ്ങളാണ്. ബേസിക്കലി എന്തൊക്കെയാണ് നമുക്ക് അതിന് ആവശ്യമുള്ളത്, അതായത് നമുക്കൊരു ക്രൂസ് ഷിപ്പിൽ ജോലി ലഭിക്കണമെങ്കിൽ ബേസിക്കലി നമുക്ക് എന്താണ് ആവശ്യമുള്ളത്, അതാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്. അത് വളരെ മസ്റ്റായിട്ട് നമുക്ക് വേണ്ട ചില കാര്യങ്ങളുണ്ട്. അതില്ലാതെ നമ്മൾ ക്രൂസ് ഷിപ്പ് ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ ക്രൂസ് ഷിപ്പ് ജോബിന് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്തിട്ടോ കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ബേസിക്കലി എന്താണ് ക്രൂസ് ഷിപ്പിൽ ജോലിക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ബേസിക് റിക്വയർമെൻറ്റിൽ ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏജ്. നമ്മൾ നോർമലി മറ്റുള്ള ജോലികൾക്കൊക്കെ 18 വയസ്സിന് ശേഷം ജോലിക്ക് കയറാവുന്നതാണ്. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ ഷിപ്പ് കമ്പനിയിലും എല്ലാ ക്രൂസിംഗ് ഇൻഡസ്ട്രിയിലും ജോബിനെടുക്കുന്നതിന് അവർ ഏജ് ലെവൽ ചോദിക്കുന്നത് മിനിമം ലെവൽ 21 ആണ് അവർ പറയുന്നത്. ചില ജോബിന് പക്ഷേ അതിന് ഇളവ് കിട്ടാറുണ്ട്. 18 വയസ്സിന് ശേഷമുള്ളവർക്കും ചേരാം എന്ന് പറയാറുണ്ട്. അതായത് നമ്മളിപ്പം ഡെക്ക് ഓഫീസറായിട്ട് കയറാൻ പോകണമെങ്കിൽ അവർക്ക് കോഴ്സ് കഴിഞ്ഞ ഉടനെ കേഡറ്റായിട്ട് കയറാം. കേഡറ്റായിട്ട് 1 ഇയർ ചെയ്യണം. അപ്പം എന്തായാലും 19-20 വയസ്സാവും എന്തായാലും. ആ ഒരു ലെവലിൽ അവർ എടുക്കാറുണ്ട്. പിന്നെ ഏജ് മസ്റ്റ് ബി 21 ഇയർ. ഓക്കെ. നെക്സ്റ്റ് നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വാലിഡ് പാസ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. വാലിഡ് പാസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം നമ്മുടെ രാജ്യത്ത് മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്ത് ആകെപ്പാടെ നമുക്ക് കോടയില്ല എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി മാത്രമേ ഇന്ത്യയിലുള്ളൂ. പക്ഷെ അവർക്കും മസ്റ്റാണ് പാസ്പോർട്ട് ഇല്ലാതെ ക്രൂസ് ഷിപ്പിൽ ഒരു ജോലി നമുക്ക് ലഭിക്കുന്നതല്ല. അപ്പോൾ പാസ്പോർട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ക്രൂസ് ഷിപ്പിലെ ജോബിന് വേണ്ടിയിട്ട് നിങ്ങൾ വെറുതെ ട്രൈ ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആദ്യമായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു പാസ്പോർട്ട് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഏറ്റവും മസ്റ്റാണ്. നെക്സ്റ്റ് മെഡിക്കൽ എക്സാം. മെഡിക്കല് നിങ്ങൾ ഫിറ്റ് ആയിരിക്കണം. മെഡിക്കൽ എക്സാം ഉണ്ട്. മെഡിക്കൽ എക്സാമിന് ഡിഫറെൻറ്റ് കമ്പനീസ് ഹാവ് ദെയർ ഓൺ പോളിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചില കമ്പനികളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ DG ഷിപ്പിങ്ങിൻ്റെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഡോക്ടറുടെ മെഡിക്കൽ എക്സാം കഴിഞ്ഞാൽ മാത്രം മതി. ചില കമ്പനികൾ മാത്രമേ, എല്ലാ കമ്പനിയും ഒരുപോലല്ല. ഞാൻ ആദ്യമേ പറയാം. ചില കമ്പനിക്ക് DG ഷിപ്പിംഗ് അപ്രൂവ് ആയിട്ടുള്ള ആൾ മാത്രമേ മെഡിക്കൽ ചെയ്യാൻ പറ്റുള്ളൂ. അത് എല്ലാ കമ്പനിക്കും ഉള്ളതാണ്. പക്ഷേ അതിൽ ചില കമ്പനി പറയുന്നത് അവർ പറയുന്ന മെഡിക്കൽ സെൻറ്ററിൽ പോയിട്ട് തന്നെ മെഡിക്കൽ എടുക്കണം എന്ന് നിർബന്ധം പറയാറുണ്ട്. പിന്നെ മെഡിക്കൽ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മെഡിക്കലിൻ്റെ പൈസ നോർമലി എല്ലാ കമ്പനികളും നമ്മൾ ഒന്നുകിൽ നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ ചില കമ്പനികളിൽ നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടതായിട്ട് പറയുന്നുണ്ട്. ചില കമ്പനി പറയുന്നു കമ്പനി തന്നെ കൊടുക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ അത് റീഇംബേഴ്സ് ആയിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ പണം തിരിച്ചു കിട്ടും. അപ്പോൾ അതാണ് മെഡിക്കൽ എന്ന് പറയുന്നത്. പിന്നെ വേണ്ടത് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ചെക്കാണ്. നിങ്ങൾക്ക് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ യാതൊരു കാരണവശാലും ഒരു ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിലും നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ സാധ്യത വളരെ കുറവാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അത് ബേസിക്കലി ക്രൂസ് ഷിപ്പിൽ എന്ന് പറഞ്ഞാൽ ഒരു ഗസ്റ്റ് സർവീസ് ഇൻഡസ്ട്രിയാണത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും അവിടെ ജോലി കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ മുമ്പ് എന്തെങ്കിലും ക്രിമിനൽ കേസുകളിലൊക്കെ പെട്ടിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ഈ ജോബ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ അവരതിന് വേണ്ടി ട്രൈ ചെയ്യുന്നത് കൊണ്ട് വലിയ ഗുണമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് പോലീസ് ക്ലിയറൻസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ഒരു പക്ഷേ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്താണെങ്കിലും കമ്പനികൾ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്നുള്ളത് 100% ചെക്ക് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ആണ് ബേസിക് സേഫ്റ്റി ട്രെയിനിങ്. ബേസിക് സേഫ്റ്റി ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ STCW എന്ന് പറയും. STCW പിന്നെ
ചില കമ്പനികൾ നിർബന്ധമാണ്. ചില കമ്പനികളിൽ റെസ്റ്റോറൻറ്റ് ഹോട്ടൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അത് നിർബന്ധമില്ല എന്ന് പറയുന്ന കമ്പനികളുണ്ട്. STCW സർട്ടിഫിക്കറ്റ് നിർബന്ധമുണ്ട് എന്ന് പറയുന്ന കമ്പനികളുണ്ട്. ചില കമ്പനികൾ നിർബന്ധമില്ല എന്ന് പറയുന്നതുണ്ട്. ചില കമ്പനി അത് നമ്മൾ ഇൻ്റർവ്യൂവിന് ശേഷം ആണ് നമ്മൾ ഈ കോഴ്സൊക്കെ എടുക്കേണ്ടത്. നമ്മൾ വെറുതെ അതൊക്കെ പൈസ മുടക്കി എടുത്തു വെച്ചിട്ട് അഥവാ ജോബ് കിട്ടിയില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമാകും നമുക്ക്. അപ്പോൾ നമ്മൾ ഈ കോഴ്സൊക്കെ ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് എവിടെയെങ്കിലും ജോലി ലഭിച്ചതിന് ശേഷമാണ് നമ്മൾ ആ കോഴ്സ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വളരെ ഉപകാരമായിരിക്കും. കമ്പനി പറയും നിങ്ങളോട് എന്ത് കോഴ്സൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ആ കോഴ്സുകൾ മാത്രം ചെയ്യുക. ആ ചെയ്യുന്ന കോഴ്സിൻ്റെ പണം കമ്പനി നിങ്ങൾക്ക് തന്നെ തിരിച്ചു നൽകുന്നതാണ്, റീംബേഴ്സ് ആവുന്നതാണ്. നിങ്ങളുടെ ഫസ്റ്റ് സാലറിയുടെ കൂടെ തന്നെ അല്ലെങ്കിൽ സെക്കൻഡ് സാലറിയുടെ കൂടെ അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. പിന്നെ മറ്റുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഇതിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് STCW കോഴ്സ് ചെയ്തേ പറ്റുള്ളൂ. ചെയ്തതിന് ശേഷം മാത്രമേ അവർ എടുക്കുകയുള്ളൂ. ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ചില പൊസിഷനുകളുണ്ട്. അത് പൊസിഷൻ അനുസരിച്ചാണ് നിങ്ങളുടെ STCW എടുക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത്. പൊസിഷൻ അനുസരിച്ചാണ് നമ്മളത് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് വിസ. എല്ലാവരും ചോദിക്കും, ഇൻ്റർനാഷണൽ വാട്ടറിൽ പോകുന്നതാണ്, നമ്മൾ പല രാജ്യങ്ങളിൽ പോകുന്നതാണ്, അപ്പോൾ നമുക്ക് വിസ വേണ്ടത്. വിസ തീർച്ചയായിട്ടും വേണം. വിസ ഏതൊക്കെയാണ് വേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല, അത് കമ്പനിയാണ് തീരുമാനിക്കുന്നത്. ഏതൊക്കെ രാജ്യത്താണ് നിങ്ങൾ പോകുന്നത്, അപ്പം ഏതൊക്കെ വിസ നിങ്ങൾ എടുക്കണം, അതൊക്കെ കമ്പനിയാണ് തീരുമാനിക്കുന്നത്. അത് മാത്രമല്ല, എടുക്കേണ്ട പ്രോസസ്സ് അവരുടെ ഹെൽപ്പ് തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ അമേരിക്കൻ വിസയാണ് നമുക്ക് വേണ്ടത്. C1D വിസ എന്ന് പറയുന്ന ഒരു വിസയാണ് അമേരിക്കയിൽ നമുക്ക് നോർമലി എടുക്കുന്നത്. അപ്പോൾ ഈ C1D വിസയൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കമ്പനിയിൽ നിന്നൊരു ലെറ്റർ വേണം. ആ ലെറ്റർ വേണം. ഏകദേശം $165 ആണ്. അതെ, $165 അങ്ങനെ എന്തോ ആണ് നമ്മൾ അടയ്ക്കേണ്ട പൈസ. അപ്പോൾ അത് നമ്മൾ അടയ്ക്കണം. അടച്ച് അതിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. അതിനുശേഷം മാത്രമേ അത് കിട്ടുള്ളൂ. 2 ആഴ്ച ടൈം എടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കമ്പനിയുടെ അടുത്ത് ഒരു ലെറ്റർ കിട്ടാനുണ്ട്. ആ ലെറ്റർ കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് വിസ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ ജോബിനും നമുക്ക് എല്ലാ പൊസിഷനും എല്ലാ ഷിപ്പിനും ഒരേ വിസയല്ല ആവശ്യം. നിങ്ങൾ ഏത് രാജ്യങ്ങളിലൊക്കെയാണ് പോകുന്നത് അവിടുത്തെ വിസയാണ് ആവശ്യം. പിന്നെ അടുത്തത് സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ്. മെയിനായിട്ട് ഒരു ക്രൂസ് ഷിപ്പിൽ നമ്മൾ ഹോട്ടൽ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി സംസാരിക്കുകയാണ്. നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വെച്ച് നമ്മൾ സംസാരിക്കുകയാണ്. ഹോട്ടൽ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം. ഹോട്ടൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് മെയിനായിട്ട് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ ഫേസിങ് റോൾസ് നമുക്ക് ഒരുപാട് വരുന്നുണ്ട്. അതായത് കസ്റ്റമറുമായിട്ട് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. കസ്റ്റമറിൻ്റെ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഒരുപാട് കസ്റ്റമർ സർവീസ് റോളാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അത് നമ്മൾ കുറച്ചൊരു അതിനകത്ത് നമ്മൾ എഫിഷ്യൻ്റ് ആയിരിക്കണം. കസ്റ്റമറുമായിട്ട് സംസാരിച്ച് അവരുടെ കാര്യങ്ങൾ സോൾവ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കസ്റ്റമർ സർവീസ് എന്നുള്ള രീതിയിൽ നമുക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അതൊരു അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. അത് നമ്മുടെ സ്കിൽസിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. പിന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അനുസരിച്ചുള്ള നമുക്ക് പല ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതിനനുസരിച്ചുള്ള ട്രെയിനിങ് നിങ്ങൾ കഴിഞ്ഞിരിക്കണം. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതാണ് മെയിൻ. ട്രെയിനിങ് എന്നുള്ള അതിന് എക്സ്പീരിയൻസിനെയാണ് നമ്മൾ പറയേണ്ടത്. അടുത്തതായിട്ട് ലാംഗ്വേജ് ഇംഗ്ലീഷ് നിർബന്ധമാണ്. ഇംഗ്ലീഷ് എല്ലാ ക്രൂസ് ലൈനിലും നിർബന്ധമാണ്. കാരണം നമുക്ക് നമ്മുടെ രാജ്യത്തു നിന്നുള്ള ഗസ്റ്റ് അല്ല നമുക്ക് കിട്ടുന്നത്. നമുക്ക് കിട്ടുന്ന ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രാജ്യത്തു നിന്നുള്ള ഗസ്റ്റുകളാണ് വരുന്നത്. അപ്പോൾ ഒരു ഷിപ്പിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 6000, 6500 പല ലെവലിൽ 1000, 1500 മുതൽ അല്ലെങ്കിൽ 800 മുതൽ മുകളിലോട്ടുള്ളത് എൻ്റെ അറിവിലുണ്ട് ഷിപ്പുകൾ. അപ്പോൾ ഒരു 6000, 7000 ഒക്കെ യാത്രക്കാരുണ്ടെങ്കിൽ അതെല്ലാം ഒരു രാജ്യത്ത് നിന്ന് അല്ല, എല്ലാവരും ഇന്ത്യക്കാരല്ല. അപ്പം വളരെ ചുരുങ്ങിയ ഒരു 6000 പേരിൽ 2 പേര്, 5 പേര്, 10 പേര് ഇത്രയൊക്കെ ഇന്ത്യക്കാരുണ്ടാവുള്ളൂ. അത് ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ ഇന്ത്യ ഉള്ളവരായിരിക്കില്ല. അവർ മറ്റു രാജ്യങ്ങളിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഇന്ത്യക്കാരായിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇംഗ്ലീഷ് ഒരു നിർബന്ധമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ലാംഗ്വേജാണ്. അത് നമ്മുടെ ലാംഗ്വേജിൽ ഏറ്റവും വലുത് ഇംഗ്ലീഷാണ്. അതിനുശേഷം മറ്റുള്ള ലാംഗ്വേജ് എത്ര ലാംഗ്വേജ് നമുക്കറിയാം അതൊക്കെ നമ്മുടെ പ്ലസ് പോയിൻ്റാണ്. നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ജോബിന് ചാൻസ് കൂടുതലാണ്. നിങ്ങൾ കൂടുതൽ ലാംഗ്വേജ് അറിയാമെങ്കിൽ
കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ക്രൂസ് ഷിപ്പിൽ ജോലി ലഭിക്കാൻ വേണ്ടി നമുക്ക് ബേസിക്കലി നമുക്ക് ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ. മറ്റുള്ള എക്സ്ട്രാ കൺസിഡറേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്കവാറും എല്ലാ ക്രൂസ് ലൈനിലും ഡ്രസ് കോഡ് ഒരു നിർബന്ധമാണ്. കുറഞ്ഞ ക്രൂസ് ലൈനുകളിൽ മാത്രമേ ഡ്രസ് കോഡ് ഇല്ലാത്തുള്ളൂ. അപ്പോൾ ഡ്രസ് കോഡ് വളരെ നിർബന്ധമാണ്. പിന്നെ ഈ ടാറ്റു എന്ന് പറയുന്ന സംഭവം, നമ്മൾ വിസിബിൾ ആയിട്ടുള്ള സ്ഥലത്ത് ടാറ്റു ചെയ്ത് കഴിഞ്ഞാൽ ചില കമ്പനികൾ റിജക്റ്റ് ചെയ്യാറുണ്ട്. അവർ പറയുന്ന പോളോ ടീഷർട്ടാണ് അവർ പറയുന്നത്. പോളോ ടീഷർട്ട് ഇട്ടതിന് ശേഷം നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലും വിസിബിൾ ടാറ്റു ഉണ്ടെങ്കിൽ അവർ ഇൻ്റർവ്യൂവിൽ തന്നെ ഔട്ട് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള കമ്പനികളുണ്ട്. മിക്കവാറും കമ്പനികളും അങ്ങനെയാണ്. ഒരു 70% കമ്പനികളും അങ്ങനെയാണ്. ടാറ്റു അലൗഡാണ്, പക്ഷെ അത് വിസിബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ടാറ്റു അലൗഡാണോ എന്ന് ചോദിച്ചാൽ അല്ല. പിന്നെ നമ്മുടെ ഇതിൽ ഷിപ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷം പലരും ടാറ്റു അടിക്കാറുണ്ട്. അപ്പം അത് അലൗഡാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതൊരു വലിയ വിഷയമല്ല. അതിന് നമ്മൾ കവർ ചെയ്തിട്ടൊക്കെയാണ് ചിലർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കൂടെ സോക്സ് ടൈപ്പ് സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് അത് കവർ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ. ഏകദേശം എല്ലാ കമ്പനികൾക്കും അവരുടെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി ഓരോ രാജ്യങ്ങളിലുണ്ട്. അവരെത്ര രാജ്യങ്ങളിൽ നിന്നാണ്, ഇപ്പോൾ എൻ്റെ കമ്പനി ഞാൻ പറയാം 60 രാജ്യങ്ങളിൽ നിന്നും 62 രാജ്യങ്ങളിൽ നിന്നും ആളുകളെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ രാജ്യത്തും അവർക്ക് അവരുടേതായ ഏജൻസികളുണ്ട്. ഏജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓതറൈസ്ഡ് ഏജൻസി ആണ്. അത് കമ്പനി ഓതറൈസ്ഡ് ഏജൻസി. അത് സർക്കാർ നമ്മുടെ ഇന്ത്യയിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് തന്നെ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണോ എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലല്ല. പക്ഷെ അവർ പ്രത്യേകം പണമടച്ച് ഏജൻസി സുരക്ഷിതമായ ഏജൻസികളാണ് ഇന്ത്യയിലൊക്കെ ഉള്ളത്. ഇന്ത്യയിൽ ഏകദേശം ഇന്ത്യയിൽ എനിക്കറിയാവുന്ന ഒരു 10-12 ഏജൻസികളുണ്ട്. അവരൊക്കെ സർക്കാരിൽ പണമടച്ച് സുരക്ഷിതമായിട്ടുള്ള ഏജൻസികളാണ്. അപ്പോൾ അവരിൽ എങ്ങനെയാണ് എത്തിപ്പെടുക എന്നുള്ളതാണ്. പിന്നെ ഏജൻസികൾ എന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ കയ്യിൽ നിന്നും, അതായത് നമ്മൾ ചേരാൻ പോകുന്ന ക്രൂസ് ഷിപ്പിൽ ചേരാൻ പോകുന്ന ആളുടെ കയ്യിൽ നിന്നും ₹1 പോലും വാങ്ങാൻ പാടില്ല എന്നാണ് കമ്പനികളുടെ നിയമം. അതിനനുസരിച്ച് മാത്രമേ അവർ പ്രവർത്തിക്കുള്ളൂ. ആരെങ്കിലും ₹1 ഒരു ഏജൻസി, ഈ പറയുന്ന ഏജൻസികളിൽ ആരെങ്കിലും ഒരാൾ ₹1 നിങ്ങളോട് കമ്മീഷൻ ചോദിക്കുന്നു എങ്കിൽ അത് നിങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഏജൻസിയെ പൂട്ടിപ്പോകും. അതുകൊണ്ട് അവർ ആ ഒരു പണിക്ക് നിൽക്കുകയില്ല. അതാണ് സത്യം. പലരും എന്നോട് പറയുന്നുണ്ട് പൈസ കൊടുത്ത് കയറാൻ പറ്റുമോ? പൈസ ഒരിക്കലും കയറാൻ പറ്റില്ല. ക്രൂസ് ഷിപ്പിൽ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പണം കൊടുത്ത് കയറാൻ പറ്റില്ല. അത് സത്യമാണ്. പണം വാങ്ങിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഒരു റിപ്പോർട്ട് ചെയ്ത് അത് ഷിപ്പിൽ എത്തിക്കഴിഞ്ഞാൽ ചോദിക്കുന്നുണ്ട് നിങ്ങളോട്, നിങ്ങൾ പണം കൊടുത്തിട്ടാണോ കയറിയത്? നിങ്ങൾ അഥവാ അങ്ങനെ പണം കൊടുത്തിട്ടാണ് കയറിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽ ചോദിക്കും. ഡീറ്റെയിൽ കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഏജൻസി പൂട്ടിപ്പോകും. ഏജൻസി പൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വലിയൊരു തുക ഗവൺമെൻറ്റിലേക്ക് കെട്ടിവെച്ചതിന് ശേഷമാണ് ഒരു ഏജൻസി ഓപ്പൺ ചെയ്യുന്നത്. അവർക്ക് എങ്ങനെയാണ് പണം കിട്ടുന്നതെന്ന് വെച്ചാൽ, ഒരാളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ കമ്പനിയുമായിട്ട് ടൈപ്പാണ്. ഒരാൾക്ക് ഇത്ര പണം ഞങ്ങൾ നൽകാം എന്ന് പറഞ്ഞ് കമ്പനിയുമായിട്ട് ഡയറക്റ്റാണ് ടൈപ്പ്. പിന്നെ ഒരു പക്ഷേ എനിക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്, അവർക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ അവർക്ക് പണം ലഭിക്കുന്നുണ്ടാവും. മാസം അവർക്ക് എത്ര പേരെ അവർ ചേർത്തിട്ടുണ്ട്, അത്രയും പേരുടെ ഇത്ര എമൗണ്ട് എന്ന് വെച്ചിട്ട് അവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. അങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്, എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. അറിയാത്ത കാര്യം നമ്മൾ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും അവിടെ എങ്ങനെ എത്തിപ്പെടാം എന്നുള്ളതിന് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് ലിങ്കുകൾ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിലൂടെ വഴി നിങ്ങൾക്ക് അവരിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ വേണ്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഒരു നല്ലൊരു CV റെഡിയാക്കി വെക്കുക. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ വളരെ നല്ലത്. വളരെ എളുപ്പത്തിൽ ജോലി കിട്ടാനുള്ള ഒരു ചാൻസ് ഉള്ള ഒരു ഫീൽഡാണ് ഇത്. അപ്പം CV റെഡിയാക്കി വെക്കുക. ഒരു CV വളരെ അത്യാവശ്യമാണ്. നല്ലൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആളെ കൊണ്ട് നിങ്ങളൊരു CV ഉണ്ടാക്കുക. CV ഉണ്ടാക്കിയിട്ട് അത് അപ്ലോഡ് ചെയ്യുക. അത് അവരുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക. അവരുടെ സൈറ്റിൽ അപ്ലൈ ചെയ്യേണ്ട വിധങ്ങളെല്ലാം ഉണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ പല വീഡിയോകളിലായിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് ഞാൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് നോക്കി അപ്ലൈ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി ലഭിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഒരു ക്രൂസ് ഷിപ്പിൽ എങ്ങനെ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ക്രൂസ് ഷിപ്പിൽ ജോയിൻ ചെയ്യാൻ എന്തൊക്കെയാണ് ആവശ്യമുള്ളത് എന്നൊക്കെ ഞാനിത് ഈ വീഡിയോയിൽ കൃത്യമായിട്ട് വിവരിച്ചു കഴിഞ്ഞു.
അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനിയും കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഞാൻ എല്ലാ വീഡിയോയിലും എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അതുപോലെ തന്നെ നിങ്ങൾ കമൻ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിനനുസരിച്ചുള്ള അടുത്ത വീഡിയോകൾ ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാൻ ഒരിക്കലും എൻ്റെ ചാനലിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഞാൻ ആരോടും ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമാണ് എന്ന് തോന്നുന്നെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സിന് ഇത് ഉപകരിക്കും എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം ഇത് ഷെയർ ചെയ്യാനും മറ്റും ചെയ്യും. എന്തായാലും ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഉടനെ തന്നെ കാണാം എന്ന വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. താങ്ക് യു.